അനിമേഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പെൻസിൽ 2D. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. ടൈപ്പ് ടു സെർച്ച് എന്നതിൽ പെൻസിൽ 2D എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫുൾ സ്ക്രീൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇതിലെ വിൻഡോസ് എല്ലാം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡോസ് റീസെറ്റ് വിൻഡോസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ ഈ വിൻഡോസ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡോസിൽ ലോക്ക് വിൻഡോസ് എന്നതിൽ ചെക്ക് മാർക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ വിൻഡോകളെല്ലാം ഒന്ന് ലോക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ആവശ്യമില്ലെങ്കിൽ വിൻഡോസ് വീണ്ടും അൺലോക്ക് ചെയ്യാം. ഇതിലെ പ്രധാനമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ പോലെ തന്നെ ചിത്രം വരയ്ക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ചില ടൂളുകൾ ഇവിടെ ടൂൾ ബോക്സിൽ കാണാം. ഇതാണ് ഇതിൻ്റെ ടൂൾ ബോക്സ്. പെൻസിൽ ടൂൾ, ഇറേസർ, സെലക്ഷൻ ടൂൾ, മൂവ് ടൂൾ, പെൻ ടൂൾ, ഇത്തരത്തിലുള്ള ബേസിക് ടൂളുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലതുവശത്തായി ഒരു കളർ ബോക്സും കാണാം. താഴെ നമുക്ക് ഒരു ടൈം ലൈൻ കാണാം. ഈ ടൈം ലൈനിൽ ബിറ്റ് മാപ്പ് ലെയർ, വെക്ടർ ലെയർ, ക്യാമറ ലെയർ എന്നിങ്ങനെ 3 ലെയേഴ്സ് കാണാം. ചിത്രങ്ങൾ വരയ്ക്കുന്നതും ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതുമെല്ലാം ഈ ബിറ്റ് മാപ്പ് ലെയറിലാണ്. ഡീഫോൾട്ടായിട്ട് ഇതിനകത്ത് ഒരു ഫ്രെയിം ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ഫ്രെയിമുകൾ ആഡ് ചെയ്യുന്നതിന് ഇവിടെ കീസ് എന്ന് എഴുതിയതിൻ്റെ തൊട്ടുള്ള ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഫ്രെയിം എന്ന രീതിയിൽ പുതിയ ഫ്രെയിമുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 2 ഫ്രെയിം വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൊട്ടുള്ള മൈനസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രെയിമുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കും. എനിക്ക് ഈ രണ്ടാമത്തെ ഫ്രെയിം ആവശ്യമില്ലെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് ഈ മൈനസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രെയിം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഫ്രെയിമുകൾ ഇത്രയും വലുപ്പത്തിൽ കാണുന്നില്ല എങ്കിൽ ഈ സൂമിലെ റേഡിയോ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ടൈം ലൈനിലുള്ള ഈ ഫ്രെയിമുകളെ വലുതാക്കി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ക്യാൻവാസ് ഏരിയ. ഇതിലാണ് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുന്നത്. ഈ ഫ്രെയിമിൻ്റെ സൂം കുറയ്ക്കാൻ മൗസിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് സൂം കുറയ്ക്കാനും സൂം കൂട്ടാനും സാധിക്കുന്നതാണ്. കൂടാതെ മെനുവിലുള്ള വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ, സൂം ഔട്ട്, അതുപോലെ തന്നെ സൂം എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഫ്രെയിമിൻ്റെ ക്യാൻവാസ് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ സെൻറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യൂവിലെ സെൻറ്റർ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായി ക്യാൻവാസ് വന്നിരിക്കുന്നു. പക്ഷേ ക്യാൻവാസ് ചെറുതാണ്. നമുക്കത് വലുതാക്കാം. വ്യൂവിൽ പോകുന്നു, സൂമിൽ ഞാൻ 50% എടുക്കുന്നു. ഇപ്പോൾ ക്യാൻവാസ് സൂം ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പെൻസിൽ 2Dയുടെ ഒരു ബേസിക് സെറ്റിങ്സുകൾ.